നൂറ്റാണ്ടുകളിൽ നബിദിനം എന്നൊരു ആഘോഷമില്ല, അതുകൊണ്ട് അത് തള്ളപ്പെടേണ്ടതാണ് എന്നാണ് പറഞ്ഞത്. ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, ഇൻ നസല ബിനാ അംറുൻ ലൈസ ഫീഹി ബയാനു അംറിൻ വലാ നഹീൻ. ഞങ്ങൾക്ക് പുതുതായി ഒരു കാര്യം ഞങ്ങളിലേക്ക് കടന്നു വന്നാൽ ലൈസ ഫീഹി അംറുൻ വലാ നഹീൻ, ആ ഒരു വിഷയത്തിൽ കൽപ്പനയോ വിരോധനയോ ഇല്ല. ഉദാഹരണത്തിന് നിങ്ങളുടെ വാദപ്രകാരം നബിദിനാഘോഷത്തിന് വ്യക്തമായ വിരോധനയും കൽപ്പനയും ഇല്ല. അങ്ങനെയാണെങ്കിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഹബീബ് റസൂലുള്ളാഹിയോട് ചോദിക്കാണ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് ഞങ്ങളോട് എന്താണ് കൽപ്പിക്കുന്നത് എന്ന് അലിയാർ തങ്ങൾ റസൂലുള്ളാഹിയോട് ചോദിക്കാണ്. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താ, ശാവിറു ഫീഹി അൽ ഫുഖഹാ വൽ ആബിദീൻ. അങ്ങനെ വ്യക്തമായ നിങ്ങളുടെ വാദപ്രകാരം വ്യക്തമായ കൽപ്പനയും വിരോധനയും വരാത്ത നബിദിനാഘോഷം, ആ ഒരു വിഷയത്തിൽ നിങ്ങൾ ശാവിറു ഫീഹിൽ ഫുഖഹാ വൽ ആബിദീൻ, നിങ്ങൾ ആ വിഷയത്തിൽ പണ്ഡിതന്മാരോട് ചോദിക്കൂ, ആലിമീങ്ങളോട് ചോദിക്കൂ എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ഈ ഹദീസിന്റെ സ്വീകാര്യതയെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യണമെങ്കിൽ ഞാൻ ചർച്ച ചെയ്യാം, ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ, ബഹുമാനപ്പെട്ട ഈ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇമാമിങ്ങളോട് ചോദിക്കാം, നമുക്ക് പണ്ഡിതന്മാരോട് ചോദിക്കാം. ഒന്നാമതായി ബഹുമാനപ്പെട്ട ഹാഫിദുൽ അസർ ഇബ്നു ഹജർ അസ്കലാനി റളിയല്ലാഹു അൻഹു അവിടുന്ന് വ്യക്തമായി തന്നെ പറയുന്നു, വഖദ് ളഹറ ലീ, എനിക്ക് ഇതിന്റെ വ്യക്തമായ അടിസ്ഥാനം ലഭിച്ചിട്ടുണ്ട്. അത് എന്താ, വഹുവമാ സബത ഫി സ്വഹീഹൈനി, ബുഖാരിയിലും മുസ്ലിമിലും റിപ്പോർട്ട് ചെയ്തൊരു ഹദീസാണ്. ഇതിനിക്ക് എന്റെ അടിസ്ഥാനം. ഏതാണ് ആ അടിസ്ഥാനം? അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹറം 10 നോമ്പ് കൽപ്പിച്ചല്ലോ, ആ ഒരു ഹദീസാണ് നബിദിനാഘോഷത്തിനുള്ള ഇതിനുള്ള ഒരു അസിലായി എനിക്ക് ലഭിച്ചത് എന്ന് ബഹുമാനപ്പെട്ട അസ്കലാനി ഇമാം പറയുന്നു. നമ്മളും നിങ്ങളും ഒക്കെ അംഗീകരിക്കുന്ന ഒരു പണ്ഡിതനാണല്ലോ ഹാഫിദുൽ അസർ. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? അതേപോലെ തന്നെയാണ് പിൻകാലത്തുള്ള ഒരുപാട് അയിമത്ത്, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഈ നേരത്തെ പറഞ്ഞ അസ്കലാനി ഇമാം പറഞ്ഞതിനെ കുറിച്ച് ഇമാം മുഹമ്മദ് ഇബ്നു യൂസുഫ് സ്വാലിഹി അശ്ശാമി ഹിജ്റ 944 വഫാത്തായ പണ്ഡിതനാണ്. സുബുൽ ഹുദ വറഷാദ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു ഖാസിമുൽ അബ്ബായി തങ്ങൾ തുഹ്ഫയുടെ ആശിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ശർവാനിയും എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. തർശീഹിലുണ്ട്, ശിഷ്യനായ ഇമാം സുയൂത്തിയും ഉദ്ധരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു സംഭവമാണിത്. അതേപോലെ തന്നെ ഒരുപാട് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഉമർ ബഹ്റത്തുൽ ഹദറമി ഹിജ്റ 900 ജീവിച്ച പണ്ഡിതനാണ്. ബഹുമാനപ്പെട്ടവർ അവിടുത്തെ തന്റെ കിതാബായ ഹദായിഖുൽ അൻവാർ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞത്, ഫഹഖീകും ബിയൗമി കാന ഫീഹിൽ വുജൂദുൽ മുസ്തഫ അയ്യുത്തഖിദ ഈദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസത്തിനെ ആഘോഷമാക്കണമെന്നാണ് ഇമാം ബഹ്റത്തുൽ ഹദറമി പറഞ്ഞത്. അതേപോലെ തന്നെയാണ് ബഹുമാനപ്പെട്ട ഇബ്നുൽ ജസരി എന്ന് പറയുന്ന ശംസുദ്ദീൻ ഇബ്നുൽ ജസരി ഖിറാഅത്തിന്റെ വിഷയത്തിൽ നമുക്കെല്ലാവർക്കും ഖിറാഅത്ത് പഠിച്ചെന്ന ആ ഒരു പരമ്പരയിലുള്ള ഇബ്നുൽ ജസരി എന്താ പറഞ്ഞത്, ഒരു വർഷമെങ്ങാനും നബിദിനം ആഘോഷിച്ചാൽ ആ വർഷത്തിൽ ഒരു മുസീബത്തും ഉണ്ടാകില്ല. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുൽ ഹൈതമി അവർ ഇത്മാമു നിഅമത്തുൽ കുബ്രയിൽ ഇത് ഉദ്ധരിക്കുന്നു. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്, ഇനിയുമുണ്ട്. ഇബ്നു ഹജർ തങ്ങൾ തന്നെ അവിടെ വിശദീകരിക്കുന്നത്. ശരി, 400 ആരും ഇല്ല ഉറപ്പായി ഒക്കെ ഇവിടുന്ന് കണ്ട. നിങ്ങൾ പറഞ്ഞ എല്ലാം ഒരു കിതാബിൽ നിന്ന് പോകുന്നതാണ്. കുറേ എണ്ണി പറഞ്ഞ ആവശ്യമില്ല. നിങ്ങൾ പറഞ്ഞ സ്വാലിഹി ആയിക്കോട്ടെ, അതിന് ശേഷം എന്നെ ആരായിക്കോട്ടെ, ഈ സ്വാലിഹി ആരാ? സുയൂത്തിന്റെ ശിഷ്യനാണ്. നിങ്ങൾ സുയൂത്തിയെ പോയ സ്വാലിഹിക്ക് പോയതാണല്ലോ. അദ്ദേഹം സ്വാലിഹി സുബുൽ ഹുദാ റഷാദ് സുയൂത്തി പറഞ്ഞ അങ്ങ് എടുത്തു കൊടുത്തൊക്കെയാണ്. സുയൂത്തിന്റെ കിതാബ്, ഈ കിതാബ് അതിനൊക്കെ അസുരി, ഇതിനപ്പുറത്ത് ഒരു മോദേക്കും കൊണ്ടുവരാൻ കഴിയില്ല. എനിക്കറിയില്ല. പതി ഈ കിതാബിൽ ഇല്ലാത്ത തെളിവ് ഒരാളും പറയില്ല. ഇതിൽ നിന്ന് എടുത്ത് ഉദ്ധരിച്ച് പിന്നെ ഇങ്ങനെ കോപ്പിടിച്ച് പോകുന്നതാണ്. അതാണ് സുബുൽ ഹുദയിലുണ്ട്, അതേപോലെ ഒരുപാട് സ്ഥലത്തുണ്ട്. അതൊക്കെ ഇതാണ്, ഇതിനപ്പുറത്തില്ല. ഇനി സുയൂത്തി റഹിമഹുള്ള കിതാബാണ് അത് പറഞ്ഞത്. അവിടെ എന്താ അസ്കലാനി ചോദിച്ചു, അസ്കലാനി 852, അസ്കലാനി മരിച്ച ഹിജ്റ 852. അപ്പം എന്ത് മനസ്സിലായി? 400 വരെ ഇല്ല നേരത്തെ പറഞ്ഞത് നിങ്ങൾക്കും അംഗീകരിക്കുന്നു. നിങ്ങൾ അതാണ് പറയേണ്ടത്. ഇമാം ഷാഫി പറയുന്നു, ഇമാം അബൂ ഹനീഫ പറയുന്നു, ഇമാം മാലിക് പറയുന്നു. അതില്ലല്ലോ, അത് ഇബദാലും ഉദ്ധരിച്ചിട്ടില്ല. എന്നാലും മതി. ഞാൻ പറഞ്ഞല്ലോ, ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ടെന്ന് അസ്കലാനി ഉദ്ധരിച്ചോ, അത് മതി. ഞാൻ അസ്കലാനി എവിടെ പറഞ്ഞു അത് കിട്ടൂല, ഞങ്ങൾക്കും കിട്ടൂല, ആർക്കും കിട്ടൂല. ഇമാം അസ്കലാനി ഏത് കിതാബ് പറഞ്ഞു നിങ്ങൾക്ക് പറയാൻ കഴിയില്ല, എനിക്കറിയാം. ഇമാം അസ്കലാനി ഇന്ന കിതാബിൽ പറയുന്നു, നിങ്ങൾ പറയില്ല, അതില്ല. അത് സുയൂത്തി ഇമാം പറഞ്ഞിട്ടുണ്ട്, അസ്കലാനി ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്ന്. അപ്പം ഞാൻ സുയൂത്തി കളവ് പറഞ്ഞോ ഇല്ലേ, നമുക്കറിയില്ല. അല്ലാഹു അഅലം. ഇമാം അസ്കലാനിന്റെ കിതാബിൽ അതങ്ങനെ എവിടെയും രേഖപ്പെട്ടതായി കാണുന്നില്ല. ആവട്ടെ, ഏതായിരുന്നാലും ഇനി അസ്കലാനി പറഞ്ഞ മറുപടി നിങ്ങൾ സമ്മതിക്കോ? അസ്കലാനി പറഞ്ഞ മറുപടി നിങ്ങൾ സമ്മതിക്കോ? എന്താ ചോദ്യം? ഇമാം അസ്കലാനി ചോദിക്കുകയാണ്, അൻ അമലിൽ മൗലിദ്, അമലുൽ മൗലിദ്, മൗലിദ് എന്ന ഈ അമലിനെ പറ്റി ചോദിക്കപ്പെട്ടു. ഫഅജാബ ബിമാ നസ്സു, അദ്ദേഹം പറഞ്ഞ മറുപടിയുടെ നെസ്സെന്താ? അസ്ലു അമലിൽ മൗലിദ് ബിദ്അ. തുടങ്ങണം അങ്ങനെയാണ്. അസ്ലു അമലിൽ മൗലിദ്, അമലുൽ മൗലിദ്, മൗലിദ് എന്ന ഈ അമലിന്റെ അടിസ്ഥാനം തന്നെ ബിദ്അത്തുൻ,
ബിദ്അത്താണ്. മാത്രമല്ല തുൻഖൽ, അത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല അൻ അഹദിൻ മിനസ് സലഫി സ്വാലിഹ്, സച്ചരിതരായ മുൻഗാമികളിൽ നിന്ന് ഒരാളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. മിനൽ ഖുറൂനി സലാസ, 3 നൂറ്റാണ്ടുകളിലുള്ള. കഴിഞ്ഞില്ലേ? അതോട് കഴിഞ്ഞല്ലോ. അത്തയ്യാത്ര ഓതുന്ന പോലല്ലേ. 3 നൂറ്റാണ്ടിലുള്ള ഒരാളിൽ നിന്ന് പോലും അത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ഇനിയോ വലാകിന്നഹാ മഅ ദാലിക, അങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്ന് നടക്കുന്ന അമലുൽ മൗലിദ് ഖദ് ഇസ്തമത് അലാ മഹാസിന വളിദ്ദിഹാ, അതിൽ കുറെ നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്, കുറെ മോശപ്പെട്ട കാര്യം നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഫമൻ തഹറ ഫി അമലിഹാ അൽ മഹാസിന, അത് നന്മകൾ ഒരാൾ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നുവെങ്കിൽ വതജന്നബ ളിദ്ദഹാ, അല്ലാത്ത ഒഴിവാക്കുകയും ചെയ്യുന്നുവെങ്കിൽ കാന ബിദ്അത്തൻ ഹസന, അപ്പം നല്ല ബിദ്അത്താകുന്ന. കണ്ടോ, അമലുൽ മൗലിദ് അസ്ലു ബിദ്അത്ത്. ഇനി അതിന്റെ ഭാഗമായി നടക്കുന്ന കാര്യങ്ങളോ നല്ല കാര്യം നടക്കുന്നത് ശരിയാണ്. കുറെ സാധുക്കൾക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട്, കുറെ സദഖ ചെയ്യുന്നുണ്ട്, കുറെ മാംസം കൊടുക്കുന്നുണ്ട്, കുറെ ഖുർആൻ ഓതുന്നുണ്ട്, കുറെ ഹദീസ് പറഞ്ഞ് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അല്ലാത്ത നടക്കുന്നുണ്ട്. ഒരാൾ ആ നല്ലത് മാത്രം എടുത്തു, അല്ലാത്തൊക്കെ ഒഴിവാക്കി, എങ്കിൽ നല്ല ബിദ്അത്താണ്. കാന ബിദ്അത്തൻ ഹസന, അത് നല്ല ബിദ്അത്താണ്. ഓ ഇല്ല, അത് മാത്രമല്ലെങ്കിലോ ഫലാ, നല്ല ബിദ്അത്തുമല്ല. അപ്പൊ എന്ത്, അതപ്പോ ഇതാണ് ഇപ്പൊ ആകെ ഉള്ളത്. ഇതാണ് സുയൂത്തി ഉദ്ദേശിച്ചത്, ഇതാണ് പിന്നെ സ്വാലിഹി പറഞ്ഞത്, ഇതാണ് ശേഷമുള്ള എല്ലാവരും പറഞ്ഞത്. ഹദറമയായിക്കോട്ടെ ആരായിക്കോട്ടെ ഒക്കെ ഇതാണ് പറഞ്ഞത്, ഇതിനപ്പുറത്ത് പറഞ്ഞില്ല. അപ്പൊ ഇമാം അസ്ഖലാനി പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അസ്ലു അമലിൽ മൗലിദ് ബിദ്അ, ബിദ്അത്തിന്റെ അസ്ല്, മൗലിദിന്റെ അസ്ല് ബിദ്അത്താണ്. 3 നൂറ്റാണ്ടുകാരായ ഉത്തമരായ സച്ചരിതരായ സലഫു സ്വാലിഹീങ്ങളിൽ ഒരാളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുമില്ല. നേരത്തെ ജുനൈദ് മുസ്ലിയാർ പറഞ്ഞല്ലോ ത്വലാൽ ബദർ ചൊല്ലീന്, അത് കണ്ടാണ് അസ്ഖലാനി. സ്വഹാബിമാർ ത്വലാൽ ബദർ ചൊല്ലിയത് ഇമാം അസ്ഖലാനി കാണുകയും അദ്ദേഹത്തെ കിതാബിൽ എടുത്തു കൊടുക്കുകയും അത് സ്വഹീഹ് അല്ല എന്ന് പറയുകയും ചെയ്ത ആളാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ആദ്യ 3 നൂറ്റാണ്ടിലെ ഒരാളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ അതിന്റെ ഭാഗമായി കുറെ നല്ല കാര്യം നടക്കുന്നു, അല്ലാത്തത് നടക്കുന്നു. നല്ലത് മാത്രം ഒരാൾ തെരഞ്ഞെടുത്ത് അത് ചെയ്യുന്നുവെങ്കിൽ നല്ല ബിദ്അത്ത്, അല്ലെങ്കിലോ നല്ല ബിദ്അത്തുമല്ല. ഇത്ര അസ്ഖലാനി പറഞ്ഞിട്ടുള്ളൂ. അത് അസ്ഖലാനി അവന്റെ ഏത് കിതാബിലുണ്ട് അല്ലാഹു അഅലം, നമ്മളാരും കണ്ടിട്ടില്ല. ഉണ്ടാവാം, ആയിക്കോട്ടെ, നമ്മളില്ലാന്നും പറഞ്ഞില്ല, ഉണ്ടെന്നും പറഞ്ഞില്ല, നമ്മളാരും കണ്ടിട്ടില്ല. സുയൂത്തി പറഞ്ഞു, അസ്ഖലാനി ചോദിക്കപ്പെട്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു. സുയൂത്തിയിൽ നിന്ന് അതിൻ്റെ ഒരു സ്വാലിഹി അദ്ദേഹത്തിന്റെ ഹുസ്ബുൽ ഹുദാ വർ റഷാദിൽ എടുത്തു കൊടുത്തു. പിന്നെ അതിൽ നിന്ന് ഇങ്ങനെ പലരും എടുത്തു ധരിച്ച് പോന്നിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഇപ്പം നിങ്ങളും എടുത്തു ധരിച്ചു. അപ്പോൾ കുറേ കിതാബിന് പേരുമ്പോൾ ആളുകൾ വിചാരിക്കും ഇതൊക്കെ ഒരുപാടുണ്ട്. അതില്ല, അത് പറയാൻ പറഞ്ഞത്. ഏതായിരുന്നാലും ഞാൻ നേരത്തെ പറഞ്ഞാൽ തെളിയുന്നത്, ഞാൻ പറഞ്ഞു ഹിജ്റ 630 മരിച്ച ആളാണ് മുസഫർ രാജാവ്. അദ്ദേഹമാണ് ഈ ആചാരത്തെ ജനകീയമാക്കി കൊണ്ടുവരുന്നത്. അതിനു ശേഷം അനുകൂലിച്ചവർ വന്നു, പ്രതികൂലിച്ചവർ വന്നു. അനുകൂലിച്ചവരും പ്രതികൂലിച്ചവരും ഒരേപോലെ സമ്മതിക്കുന്നു ആദ്യ 3 നൂറ്റാണ്ടിൽ ഇല്ല. അതാണ് നമ്മൾ പറഞ്ഞതിൻ്റെ ആകത്തുക. അതിപ്പോൾ നിങ്ങൾ പറഞ്ഞതും ക്ലിയറാണ്. അപ്പം നമുക്ക് അവിടെ നിൽക്കാം. ഇനി ഫുഖഹാക്കളോട് ചോദിക്കുക, ആബിദിനോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ ദീനിൽ ബിദഅത്ത് ഉണ്ടാക്കിയിട്ട് ചോദിക്കാനാണോ? അല്ലല്ലോ. ഹദീസ് സ്വഹീഹോ അത് വേറെ പോട്ടെ, എന്തായിക്കോട്ടെ. ഇമാം തൊബ്രാനി ഉദ്ദേശിച്ച റിപ്പോർട്ടാണ് പറഞ്ഞത്. ഇമാം തൊബ്രാനിയാണ് ആ റിപ്പോർട്ട് ഉദ്ദേശിച്ച് മറ്റു ചെറിയ കിതാബിലൊക്കെ വന്നിട്ടുണ്ട്. ആവട്ടെ, ആ റിവായത്ത് പ്രകാരം ഒരാൾ ദീനിന് പുതിയ ബിദഅത്ത് ഉണ്ടാക്കുക, എന്നിട്ട് പണ്ഡിതന്മാർ പോയി ചോദിക്കുക എന്നാണോ ഇതിനർത്ഥം? അല്ലല്ലോ. നേരത്തെ ദീനിൽ ഹലാൽ വ്യക്തമാണ്, ഹറാമ് വ്യക്തമാണ്. അതിനിടയിൽ കുറെ മുസ്തബിഹാത്ത് ഉണ്ട്. അത് ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടവരാണ്. ഇന്നൽ ഹലാല ബയ്യിൻ വ ഇന്നൽ ഹറാമ ബയ്യിൻ, ഹലാൽ വ്യക്തം, ഹറാമ് വ്യക്തം. അതിനിടയിൽ കുറെ മുസ്തബിഹാത്ത് ഉണ്ട്, അധികം ആൾക്കും അറിയില്ല. അത്തരം വിഷയങ്ങൾ വരുമ്പോൾ, വ്യക്തമായി നസ്സിൽ വരാത്ത കാര്യം വരുമ്പോൾ, കൃത്യമായി പഠിപ്പിക്കപ്പെടാത്ത വിഷയം വരുമ്പോൾ, അതിൽ ഇനി എന്താണ് ചെയ്യേണ്ടത്? പണ്ഡിതന്മാർ ചോദിക്കണം, പറഞ്ഞത് ചെയ്യാം. പണ്ഡിതന്മാർ ചോദിക്കണം വേണ്ട, അല്ല ഒന്നല്ലല്ലോ. ഒരു പുതിയ മസാല വന്നു, ഒരു പുതിയ പ്രശ്നമുണ്ടായി, എന്തു ചെയ്യണം? ഖുർആൻ ഹദീസ് കാണുന്നില്ല എങ്കിൽ പണ്ഡിതന്മാർ ചോദിക്കണം, അതന്നെയാണ് വേണ്ടത്. അത് തർക്കമൊന്നുമില്ല. അല്ല ദീനിന് പുതിയ ഇബാദത്ത് ഉണ്ടാക്കിയിട്ട് അത് പണ്ഡിതന്മാർ പോയി ചോദിക്കാനല്ല. അങ്ങനെ പോയി എന്തും ഉണ്ടാക്കാമല്ലോ. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരാൾക്ക് എന്തുണ്ടാക്കാം, അതൊക്കെ പോയി ചോദിക്കാന്നിട്ട് ചോദിച്ചാൽ ആരെങ്കിലുമൊക്കെ എന്തെന്ന് പറഞ്ഞു കൊടുക്കും, അതൊക്കെ ദീന് തെളിവാകും. അപ്പം അങ്ങനെ ഒന്നില്ല. ഈ പറയപ്പെട്ട ഹാഫിദ് ദുനിയ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പോലും പറഞ്ഞെന്താ? മൗലിദ് അസ്ലു ബിദ്അത്താണ്. അതിൽ നന്മ മാത്രം എടുത്ത് അത് നന്മ മാത്രം ചെയ്യുകയാണെങ്കിൽ അത് നല്ല ബിദ്അത്താണ്, അല്ലെങ്കിൽ അതുമല്ല. അപ്പോൾ ഏതായാലും മങ്കൂസ് ഓതൽ നല്ല ബിദ്അത്തുമല്ല, സലഫനാം ഓതൽ നല്ല ബിദ്അത്തുമല്ല, അതേപോലെ ബർസഞ്ചി ഓതൽ നല്ല ബിദ്അത്തുമല്ല. ഈ ഇന്നത്തെ മൗലിദോ ആണും പെണ്ണും എല്ലാം കൂടി നോളജ് സിറ്റിക്ക് വന്ന പോലെയാണ് ഇപ്പോൾ എടുക്കും വരുന്നത്. മൗലിദിൻ്റെ ജാഥ കാണാനും ചാടിക്കളിക്കാനും ഒക്കെ. അതേതായാലും അസ്ഖലാനിട്ട് അംഗീകരിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ നമ്മൾ സ്ഥാപിച്ചെടുക്കുന്നത് എന്താ? ഈ ഒരു ബിദ്അത്തായ കാര്യം സ്ഥാപിക്കുന്നത്, ഒരു ബിദ്അത്തായ കാര്യം അത് സ്ഥാപിക്കാനല്ലേ വരുന്നത്. ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? അത് ബിദ്അത്തിന് നല്ലതോ ചെയ്ത് എന്തായിക്കോട്ടെ, നമുക്ക് ബിദ്അത്ത് വേണ്ട എന്ന് തീരുമാനിച്ചാൽ ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ സമ്മതിച്ചാൽ മതി. അതായത് സമ്മതിക്കല്ല, നിങ്ങൾ അംഗീകരിച്ചാൽ മതി.
നല്ല ബിദഅത്താണ് അപ്പം നിങ്ങൾക്ക് വായിച്ച് നോക്കി കിട്ടുന്നത്. നിങ്ങൾ പറഞ്ഞാവട്ടെ, നാട്ടിൽ ജുനൈദ് മുസ്ലിം പറഞ്ഞാവട്ടെ, ഒക്കെ ആ കിതാബിക്ക് നല്ല ബിദഅത്ത്, നല്ല ബിദഅത്ത്. അപ്പം അത് ചെയ്യുന്ന ആളായിക്കോലോ ബിദഈ. ഞങ്ങൾ പറഞ്ഞ് നല്ലതാവട്ടെ ചീത്തവട്ടെ ഒരു ബിദഅത്തും വേണ്ടെന്നാ ഞങ്ങളെ വാദം. ഒരു ബിദഅത്തും വേണ്ട. നിങ്ങളെ വാദം ഇത് ബിദഅത്താണ്, നല്ല ബിദഅത്താണ്. അപ്പം അത് ചെയ്യുന്ന ആളല്ലേ ബിദഈ. മഴ നല്ല ബിദഈ എന്ന് പറഞ്ഞോളി, എന്നാൽ കുഴപ്പമില്ല. ഞങ്ങളെ പറ്റി ബിദഈ എന്ന് പറയരുത്. ഞങ്ങൾ പറഞ്ഞത് ബിദഅത്താണ്, ഹസനത്തോ സയ്യത്തോ നല്ലതോ ചെയ്ത് എന്തോ ആവട്ടെ, ബിദഅത്താണോ നമുക്ക് വേണ്ട. നിങ്ങൾ പറഞ്ഞ നല്ല ബിദഅത്താണ്, അത് ചെയ്യാം. അപ്പോൾ ഏതായാലും അത് ചെയ്യുന്ന ആളായിരിക്കും ബിദഈ. വേണമെങ്കിൽ നല്ല ബിദഈ എന്ന് പറയാം, അപ്പോൾ നമ്മൾ അംഗീകരിച്ചു തരാം. അതല്ലാതെ ഇനി ഇങ്ങോട്ട് നോക്കിയിട്ട് നിങ്ങൾ ബിദഈയാണ്, ഞങ്ങൾ സുന്നത്ത് ജമാഅത്ത് പറയാൻ പാടില്ല. അപ്പോൾ കോഴിക്കോട് കഴിഞ്ഞ ആഴ്ച അങ്ങനെ പറഞ്ഞു. നാളെ എനിക്ക് അവിടെ അതിന് കൃത്യമായി ആരാണ് ബിദഈ, ആരാണ് പിന്നെ അഹ്ലുസുന്ന എന്നൊക്കെ വിശദമായി നാളെ കോഴിക്കോട് മുതലക്കുളത്ത് വൈകുന്നേരം 4:30 കൃത്യം ആരംഭിക്കും. 4:30 ഷാർപ്പ് ഇൻഷാ അല്ലാഹ് പരിപാടി ആരംഭിക്കും. എന്നാലേ ഒരു 9:30 നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കുള്ളൂ. അത് എല്ലാവരും ഒന്ന് വരണമെന്ന് സന്ദർഭിക്കാൻ ഒന്നും കൂടി ഓർമ്മയാക്കി എന്ന് മാത്രം. ഇവിടെ പറയുന്നിടക്ക് ഫൈസൽ മൗലവി പറഞ്ഞു, അസ്കലാനി എവിടെ പറഞ്ഞു, അത് ഞമ്മക്കും അറിയില്ല, നമുക്കും കിട്ടിയില്ല എന്നുള്ളത്. എന്നാൽ മൗലവി മനസ്സിലാക്കണം, ഫൈസൽ സാർ ശരിക്കും മനസ്സിലാക്കണം, അത് നിങ്ങൾക്ക് ലഭിക്കാത്തതുള്ളൂ. സുന്നികളായ ഞങ്ങൾക്ക് അസ്കലാനി അത് എവിടെ പറഞ്ഞു എന്ന് ഞങ്ങൾക്കറിയാം. ബഹുമാനപ്പെട്ട ഇമാം അസ്കലാനി, അവിടുത്തെ സന്തത സഹചാരിയായ ബഹുമാനപ്പെട്ട ഹാഫിദുസ് സഹാവി, അവിടുത്തെ മരിക്കുന്നത് വരെ അസ്കലാനി ഇമാം വഫാത്താകുന്നവരെ കൂടെ നടന്ന വഫാത്ത് വരെ ലാസിമായിരുന്നു എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട സഹാബി ഇമാം പറയാണ്, എന്നോട് എന്റെ ഉസ്താദ് പറഞ്ഞു, ഹിജ്റ 802 ഹിജ്റ 902 ഇമാം സഹാബി വഫാത്താകുന്നത്. ഇമാം സുയൂത്തിക്ക് മുമ്പ് ആരെങ്കിലും ഉദ്ധരിച്ചിട്ടുണ്ടോ? സുയൂത്തിയിൽ നിന്നാണ് ഇതെല്ലാം പോന്നത് എന്നാണ് ഇവിടെ ഫൈസൽ സാർ പറഞ്ഞത്. അല്ല, സുയൂത്തി ഇമാമിന്റെ മുമ്പ് തന്നെ അസ്കലാനി ഇമാമിൽ നിന്ന് ഓതി പഠിച്ച അവിടുത്തെ ലാസിമാക്കിയ ഹാഫിദുസ് സഹാബി, അവിടുത്തെ അൽ അജ്വിബത്തുൽ മർദിയ ഫീമാ സുഇല സഹാബി അൻ അസ്ഇലത്തിർ റദി അൻ അസ്ഇലത്തിൻ നബവിയ എന്ന് പറയുന്ന തന്റെ ഫതാവയിൽ പറയുന്നു, എനിക്ക് എന്റെ ഉസ്താദിൽ നിന്ന് വിവരം കിട്ടിയിട്ടുണ്ട് എന്ന്. പിന്നെ പറഞ്ഞത് ബിദ്അത്തുൻ ഹസനയാണ് എന്നല്ലേ. ബിദ്അത്തുൻ ഹസന എന്ന് പറഞ്ഞാൽ അങ്ങനെ ബിദ്അത്താണ് എന്ന് പറഞ്ഞ് തള്ളി ഒഴിവാക്കാനുള്ളതാണോ? നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ബഹുമാനപ്പെട്ട അബൂ ശാമ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഫൽ ബിദ്അത്തുൽ ഹസനതു മുത്തഫഖുൻ അലാ ജവാദി ഫിഅലിഹാ വൽ ഇസ്തിഹ്ബാബി ലഹാ വറജാഇ സവാബി ലിമൻ ഹസനത് നിയ്യതുഹു. അതെ, ബിദ്അത്തുൽ ഹസന എന്ന് പറഞ്ഞാൽ അത് ജായിസാണെന്നുള്ള വിഷയത്തിൽ ഇത്തിഫാഖുണ്ട്, പണ്ഡിതന്മാരുടെ ഏകോപിച്ച അഭിപ്രായമുണ്ട്. അതെ, വൽ ഇസ്തിഹ്ബാബി ലഹാ, അത് സുന്നത്താണെന്ന വിഷയത്തിലും ബിദ്അത്തുൽ ഹസന മുത്തഫഖുൻ അലൈഹിയാണ്, അത് സുന്നത്താണെന്ന വിഷയത്തിൽ ഞങ്ങൾ സുന്നികളാണ്. ബഹുമാനപ്പെട്ട അബൂ ശാം പറഞ്ഞു അത് സുന്നത്താണ് എന്ന്, ഞങ്ങൾ അതനുസരിച്ച് അമൽ ചെയ്യുന്നു. ബിദ്അത്തുൻ ഹസന ബിദ്അത്താണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാനല്ല പണ്ഡിതന്മാർ പഠിപ്പിച്ചത്, അത് സുന്നത്താണ് എന്നാണ് പഠിപ്പിച്ചത്. ഇനിയുമുണ്ട്, ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തിയും പറഞ്ഞു അത് സുന്നത്തുള്ള കാര്യമാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇബ്നു ഖാസിം തങ്ങളും ശർവാനിയും തെർഷിയും ഇയാനത്തും ഇവരെല്ലാവരും പറയുന്നു ബിദ്അത്തുൻ ഹസന എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാനുള്ളതല്ല, അത് സുന്നത്താണ് എന്ന്. ബഹുമാനപ്പെട്ട ഇമാം ഷാമിയും പറഞ്ഞു, മുഹമ്മദ് ഇബ്നു യൂസുഫ് സ്വാലിഹി അശ്ശാമി 944 വഫാത്തായ പണ്ഡിതനാണ്. അസ്സവാബു അന്നഹു മിനൽ ബിദഅത്തിൽ ഹസനത്തി അൽ മൻദൂബതി, സുന്നത്താക്കപ്പെട്ടതായ ബിദ്അത്തുൽ ഹസനയിൽപ്പെട്ടതാണ് എന്ന് ഇമാം ഷാമിയും പറഞ്ഞു. അതേപോലെ തന്നെ ജാമിഉൽ ആസാർ, ലോകപ്രസിദ്ധ പണ്ഡിതനായ ഇബ്നു നാസിറുദ്ദീൻ ദിമിഷ്കിയുടെ ഗ്രന്ഥമാണ്, അതിലും പറഞ്ഞു ബിദ്അത്തുൽ ഹസനത്ത് എന്ന് പറഞ്ഞാൽ സുന്നത്താണ് എന്ന് പറഞ്ഞു. ഫത്ഹുൽ മുബീനിൽ ഇബ്നു അബ്ദുൽ ഹൈതമിയും പറഞ്ഞു ബിദ്അത്തുൽ ഹസന എന്ന് പറഞ്ഞാൽ സുന്നത്താണ് എന്നാ പറഞ്ഞത്. ഈ അനത്തു ത്വാലിബീൻ പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് അയിമത്ത് പറഞ്ഞു. പിന്നെ ഞാൻ അതിലെ ഹദീസ് ഓതിയിരുന്നു, ഷാദിറു ഫീഹിൽ ഫുഖഹാ വൽ ആബിദീൻ, അതിനെക്കുറിച്ച് സ്വഹീഹാണോ എന്ന വിഷയം പോട്ടെ എന്ന്, അങ്ങനെ പോകാനുള്ളതല്ല ഇത്. ബഹുമാനപ്പെട്ട ഇമാം നൂറുദ്ദീൻ ഹൈസമി മജ്മുഉ സവായിദിൽ പറയുന്നു ഇതിന്റെ പരമ്പര സുദൃഢമാണ് എന്ന് പറയുന്നു. ബഹുമാനപ്പെട്ട ഇമാം അൽ ഹിന്ദി, അവിടുത്തെ കൻസുർ റാഗബിൽ 900 പണ്ഡിതനാണ്, അവരും പറയുന്നു ഇതിന്റെ പരമ്പര സുദൃഢമാണ് എന്ന്. അങ്ങനെ അയിമത്ത് പറഞ്ഞാണെന്ത് ഷാദിറു ഫീൽ ഫുഖഹാ വൽ ആബിദീൻ, അത് റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ചോദിക്കുന്നത്. അതേപോലെ തന്നെ ഇബ്നുൽ ജസരി പറഞ്ഞു എന്ത്, ഇത് ഒരാൾ മൗലിദ് ആഘോഷിച്ചാൽ എന്താണ് ആ കൊല്ലൊരു മുസീബത്ത് ഉണ്ടാവില്ല എന്ന്. ഇബ്നു ഹജർ തങ്ങളെ ഇസ്മാം നിയമത്തിൽ കൂടെ മറച്ചു നോക്കിയത്. ശരി ശരി, അൽഹംദുലില്ലാഹ്, ആള് ഉഷാറാണല്ലോ, വിചാരിച്ച പോലെ ഒന്നുമല്ല. അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അതാണ് വേണ്ടത്, അതാണ് അംഗീകാരം. അപ്പൊ എന്തായാലും ഇപ്പം ഞാൻ അവസാനപ്പോഴും എത്തിക്കുന്നത് നല്ല ബിദഅത്തൊക്കെ സുന്നത്താണ്. പിന്നെ സുന്നത്ത് തന്നെ പോലെ നല്ല ബിദഅത്ത് വരണം, പിന്നെ സുന്നത്ത് തന്നെ പോലെ പിന്നെ എന്താ നല്ല ബിദഅത്ത് വരണത്? ബിദഅത്താണെങ്കിൽ സുന്നത്താവൂല, സുന്നത്താണെങ്കിൽ ബിദഅത്ത് ആവൂല, അതല്ല ഇസ്ലാം. ഒരു കാര്യം ബിദഅത്താണെങ്കിൽ പിന്നെ സുന്നത്തല്ല,
സുന്നത്താണെങ്കിൽ പിന്നെ ബിദ്അത്തും അല്ല. ഇത് ബിദ്അത്താണ് പക്ഷെ സുന്നത്താണ്. ഇതെന്താ ഏർപ്പാട്? അങ്ങനെയുണ്ടോ ദീനിൽ? സഹോദരന്മാർ എന്തായി പറഞ്ഞതൊക്കെ? അപ്പൊ മിനൽ ബിദ്അഇൽ ഹസന എല്ലാവരും ഊന്നി പറഞ്ഞു നല്ല ബിദ്അത്ത്. എപ്പോഴാ പറഞ്ഞത്? അതും പ്രത്യേകം എടുത്ത് പറഞ്ഞു. ബിദ്അത്തിന് ഹസന പറഞ്ഞതൊക്കെ പ്രത്യേകം പറഞ്ഞത് എന്താ? അന്ന് നടക്കുന്ന കുറെ നല്ല കാര്യങ്ങൾ അത് മാത്രം ചെയ്യുകയാണെങ്കിൽ അതിനെപ്പറ്റിയാ പറഞ്ഞത്. അല്ല അമൽ മൗലിദല്ല, അന്ന് നടക്കുന്ന നല്ല കാര്യങ്ങൾ. അതാണ് ഫമൻ തഹറൽ മഹാസിന വതജന്നബ ളിദ്ദഹ ഫഹു മിനൽ ബിദ്അഇൽ ഹസന വഇല്ലാ ഫലാ. നന്മകളൊക്കെ ആൾ ചെയ്യുന്നു, അല്ലാത്തൊക്കെ ഒഴിവാക്കുന്നു എങ്കിൽ നല്ല ബിദ്അത്ത്, വഇല്ലാ ഫലാ, ഇല്ലെങ്കിൽ അതുമില്ല. അതല്ലേ പറഞ്ഞുള്ളൂ. എന്നിട്ട് ഏതായാലും ഇപ്പൊ നല്ല ബിദ്അത്ത് സ്ഥാപിക്കാനാണ്. അപ്പൊ ഞാൻ അവസാനം പറഞ്ഞതാണ് ഇപ്പൊ ഇതിൽ നമുക്ക് ഇനി ഏതായാലും തെളിഞ്ഞു കിട്ടുന്നത്. ഏതായാലും ബിദ്അഇകൾ എന്ന് പറഞ്ഞത് ഈ പറയപ്പെട്ട മനുഷ്യന്മാരെന്ന് ഉറപ്പാണ്. കാരണം ഒരു നല്ല ബിദ്അത്തൊക്കെ കൊണ്ടുവന്നിട്ട് ഇതൊക്കെ നല്ല ബിദ്അത്താണ്, അതൊക്കെ സുന്നത്താണ് എന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടെടുക്കാൻ ശ്രമിക്കുമ്പോൾ അവരാണ് ബിദ്അഇ എന്ന് ഉറപ്പാണ്. ഞങ്ങളെ സംബന്ധിച്ച് ബിദ്അത്ത് നല്ലതാവട്ടെ ചീത്തയാവട്ടെ ഏതായാലും നമുക്കത് വേണ്ട, അത്രയേ ഉള്ളൂ. ഞങ്ങൾക്കത് വേണ്ട. നല്ല ബിദ്അത്തോ മോശപ്പെട്ട ബിദ്അത്തോ എന്ത് ബിദ്അത്താണോ ബിദ്അത്ത് എന്ന് കേട്ടാൽ വൈക്കമിൾ ഉണ്ടാവില്ല. എന്നിട്ടും ഞങ്ങളെപ്പറ്റി ഇവര് ബിദ്അഇകളാണ്, പ്രഥമ സ്ഥാനക്കാരെന്ന് പറഞ്ഞതാണ് നമുക്ക് പിന്നെ എന്താ മനസ്സിലാവാത്തത്. ഇനി മാത്രമല്ല ബിദ്അത്തിന്റെ രണ്ട് രൂപത്തിൽ പണ്ഡിതന്മാർ നോക്കി കണ്ടവരുണ്ട്. നിങ്ങൾ ചർച്ച പോയപ്പോൾ ഞാൻ നീണ്ടുപോകും. നബിയുടെ കാലത്തില്ലാത്ത എല്ലാത്തിനെയും ബിദ്അത്ത് എന്ന് പറഞ്ഞവരുണ്ട്. ഇബാദത്തോ ആദാത്തോ ഒന്നും പരിഗണിക്കാതെ, അതല്ല ഇബാദത്തുകൾ മാത്രം പരിഗണിച്ചു പറഞ്ഞവരുണ്ട്. ആ തരീഫ് പ്രകാരം ഈ പറയപ്പെട്ട ഈ മസ്അലയിൽ വീക്ഷണ വ്യത്യാസങ്ങൾ വരും. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞ തരീഫ് അല്ല ശേഷക്കാരായ പലരും പറഞ്ഞത്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞ തരീഫ് മാലം യുഹദ് ഫീ അഹദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ കാലത്തിൽ ഇല്ലാത്തതൊക്കെ അത് എന്തായിക്കോട്ടെ അത് പ്രകാരം ദുന്യവിയായ കാര്യമാവട്ടെ എന്തുണ്ടായാലും അതൊക്കെ ബിദ്അത്ത് എന്ന വകുപ്പിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നത്. അപ്പം നല്ല ബിദ്അത്ത് ഉണ്ടാവും, മോശപ്പെട്ട ബിദ്അത്തിന് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് മോശപ്പെട്ട ബിദ്അത്ത് നല്ല ബിദ്അത്തിന് അവരൊക്കെ ഉദാഹരണം പറഞ്ഞത് എന്താ? ഇമാം ഷാഫി ആവട്ടെ, അതേപോലെ ഇസ്മുൽ അബ്ദുസ്സലാം ആവട്ടെ, ഇമാം ഖറാഫി ആവട്ടെ, അവരൊക്കെ നല്ല ബിദ്അത്തിന് ഉദാഹരണം പറഞ്ഞത് എന്താ? മദ്രസ ഉണ്ടാക്കൽ, അതേപോലെയുള്ള പർണശാല ഉണ്ടാക്കൽ, നഹ്വിന്റെ കിതാബ് ഉണ്ടാക്കൽ, ഫിഖ്ഹിന്റെ കിതാബ് ഉണ്ടാക്കൽ, ഇതൊക്കെയല്ലേ നല്ല ബിദ്അത്തിന് ഉദാഹരണം പറഞ്ഞത്. അല്ല ദീനിൽ പുതിയ ആചാരം ഉണ്ടാക്കി കൊണ്ടുവരുന്നതിന് അവരാരും നല്ല ബിദ്അത്ത് ന്യായം പറഞ്ഞോ? ഇല്ലല്ലോ. അത് ഞാൻ പറഞ്ഞു, ഈ ആചാരം വന്നതിന് ശേഷം അനുകൂലിച്ചവരുണ്ട്, പ്രതികൂലിച്ചവരുണ്ട്. അന്ന് തുടക്കം മുതലേ പറഞ്ഞു പോകുന്നതാണ്. അതിൽ കുറേ കിതാബ് വായിക്കേണ്ട കാര്യമില്ല. തുടക്കം മുതലേ പറഞ്ഞു പോകുന്നതാണ്. അനുകൂലിച്ചവരുണ്ട്, പ്രതികൂലിച്ചവരുണ്ട്. ഹിജ്റ 630 മുദഫറാജ് മരിക്കുന്നത്. അതിനുശേഷം ജീവിച്ച പണ്ഡിതന്മാരിൽ ഇത് ഒരുപാട് ചർച്ച വന്നു. അനുകൂലിച്ചവരും പ്രതികൂലിച്ചവരുമുണ്ട്. എന്നാൽ അനുകൂലിച്ചവരും പ്രതികൂലിച്ചവരും ഒരേ സ്വരത്തിൽ ഇത്തിഫാക്കായി പറയുന്നു ഇത് ആദ്യ 3 നൂറ്റാണ്ടുകളിൽ ഇല്ല. ഹിജ്റ 300 ശേഷം വന്നതാണ്. സലഫു സ്വാലിഹീങ്ങൾ ചെയ്തിട്ടില്ല. അത് നിങ്ങൾ ഈ പറഞ്ഞ അബൂ ഷാമയും പറഞ്ഞു, അതേപോലെ ഇമാം അസ്ഖലാനിയും പറഞ്ഞു, ഇയാൻ ത്വാലിബിയിലും പറഞ്ഞു, അവരൊക്കെ അത് പറഞ്ഞു. പിന്നുള്ളത് നിഅമത്തുൽ കുബ്ര ആയാലെന്നാണ്. അത് ഹൈത്തം ഉണ്ടാക്കിയത് പറയാമെന്നല്ലാതെ ഞാൻ വിശ്വസിക്കുന്നില്ല. ഹൈത്തമിൻ്റെ പേര് കിതാബ് ഉണ്ടെന്നല്ലാതെ അത് തുടങ്ങുന്നത് ഇതാണ്. നേരെ കിതാബ് ഫസ്റ്റ് പേജ് തുടങ്ങുന്നത് തന്നെ മൗലൂദ് എത്ര കൂടിട്ടും എന്ന് പറഞ്ഞൊരു കിതാബ് തുടങ്ങുന്നത് തന്നെ. അപ്പം പിന്നെ അത് ഏതായിരുന്നാലും അങ്ങനെ കിതാബ് ആരംഭിക്കുമെന്ന് വിചാരിക്കാൻ മാത്രമൊന്നുമില്ല. ആവട്ടെ. പിന്നെ ഇമാം അസ്ഖലാനിയുടെ ഈ ഒരു ഫത്വ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടാ, ഇമാം അസ്ഖലാനിയുടെ കിതാബിൽ എവിടെയും ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പം നിങ്ങൾക്ക് അറിയാലോ ഇമാം അസ്ഖലാനി കിതാബിലില്ല, ശിഷ്യൻ്റെ കിതാബിലുള്ളത്. ശിഷ്യൻ അത് ഇല്ലാണ്ടില്ലല്ലോ. ഞാൻ പറഞ്ഞത് അസ്ഖലാനി കിതാബിലില്ലാന്നാ. അസ്ഖലാനി കിതാബ് എവിടെ ഇല്ല, അത് ശരിയാണ്. അപ്പോൾ ശരി, അൽഹംദുലില്ലാഹ്, എനിക്ക് സമാധാനമായി. ഇമാം അസ്ഖലാനി കിതാബ് എവിടെയും അതില്ല. ശിഷ്യന്മാർ പറഞ്ഞു ശരിയാണ്, നീ ശിഷ്യൻ പറഞ്ഞിട്ടില്ല ചോദിക്കുക. സുയൂത്തി അസ്ഖലാനിയും തമ്മിൽ അധികം കാലത്ത് വ്യത്യാസമൊന്നുമില്ല. 852 ഇമാം അസ്ഖലാനി മരിച്ചത്, സുയൂത്തി 911 മരിച്ചത്. അപ്പോൾ അത്രയധികം വ്യത്യാസമൊന്നുമില്ല, 60 കൊല്ലത്തെ ഗ്യാപ്പേ ഉള്ളൂ. പക്ഷെ പറഞ്ഞത് ഇമാം അസ്ഖലാനിയുടെ കിതാബിൽ എവിടെയും അതില്ല, അതില്ല എന്ന് തന്നെയാണ്. ഇപ്പോൾ ശിഷ്യന്മാരുടെ കിതാബിലുണ്ട്, ശിഷ്യന്മാരുണ്ട്, ഉദ്ധരിച്ച് പോകുന്നുണ്ട്, ആയിക്കോട്ടെ. അത് ഞാൻ പറഞ്ഞു അതെന്ത് വെക്കുക, ഉണ്ടെന്ന് വെക്കുക. അതിന് ഇമാം അസ്ഖലാനി പറഞ്ഞത് എന്താ? ഇത് ബിദ്അത്താണ്. അതല്ലേ പറഞ്ഞത് ഇത് ബിദ്അത്താണ്. എങ്ങനെ? ആദ്യം അസ്ലു അമലിൽ മൗലിദ് ബിദ്അ. മൗലിദ് എന്ന അമലിന്റെ അസ്ലു ബിദ്അത്താണ്, അടിസ്ഥാനം തന്നെ ബിദ്അത്താണ്. ലം തുൻഖൽ അൻ അഹദിൻ മിനസ് സലഫി സ്വാലിഹി മിനൽ ഖുറൂനി സലാസ. ഉത്തമമായ 3 നൂറ്റാണ്ടിലെ ഒരാളിൽ നിന്നും അത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ഉത്തമമായ 3 നൂറ്റാണ്ടിലെ ഒരാളിൽ നിന്നും അത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്നിട്ടാണ് പറഞ്ഞത്. വലാകിന്നഹ, എന്നാൽ ആ ഒരു ആചാരത്തിന്റെ ഭാഗമായി ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? പല രൂപത്തിലുണ്ട്. വലാകിന്നഹ മഅ ദാലിക് ഖദ് ഇസ്തമലത് അലാ മഹാസിന വളിദ്ദിഹ. ചില നന്മകളുണ്ട്, അല്ലാത്തതുമുണ്ട്. ഫമൻ തഹറൽ മഹാസിൻ വതജന്നബ ളിദ്ദഹ, ഒരാൾ നന്മകൾ മാത്രം എടുക്കുകയും അല്ലാത്തൊക്കെ ഒഴിവാക്കുകയും ചെയ്യുന്നുവെങ്കിൽ കാന ബിദ്അത്തൻ ഹസന, നല്ല ബിദ്അത്താണ്. അപ്പൊ ഇനിയിപ്പോൾ ആകെ എന്തേ ഉള്ളൂ? നല്ല ബിദ്അത്താണ്, എന്നാലും ചെയ്യാം. നിങ്ങൾ ചെയ്തോളി, അത്രേ ഉള്ളൂ. നിങ്ങൾ ചെയ്തോളി. നല്ല ബിദ്അത്താവട്ടെ ചീത്ത ബിദ്അത്താവട്ടെ നമ്മളെ സംബന്ധിച്ച് ഒരു ബിദ്അത്തും സ്വീകാര്യമല്ല. എല്ലാ ബിദ്അത്തും കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. എല്ലാ ബിദ്അത്തുകളും വഴികേടാണ്, എല്ലാ വഴികേടും നരകത്തിലാണെന്ന് 1000 പ്രാവശ്യമെങ്കിലും
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അള്ളാഹുവിൻ്റെ റസൂൽ ജീവിതത്തിൽ 1000 പ്രാവശ്യമെങ്കിലും പറഞ്ഞതാണ് കുല്ലു ബിദ്അത്തുൻ ളലാല, എല്ലാ ബിദ്അത്തും ളലാലത്ത്. എന്നിട്ട് പിന്നെ ഇനി കുറച്ച് മൂലമാർ എന്നിട്ട് പറയാം ബിദ്അത്തായാലും കുഴപ്പമില്ല, എന്നാലും നല്ല ചെയ്യാണ്, എന്നാലും സുന്നത്തതാണെങ്കിൽ ആ പറഞ്ഞോട്ട് നിൽക്കുന്നല്ലാതെ ദീനിൽ അതിന് അടിസ്ഥാനമില്ല എന്നത് വ്യക്തമാണ്. പിന്നെ അത് നേരത്തെ പറഞ്ഞ പോലെ നിർവചനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പലതരം ബിദ്അത്ത് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ നല്ല ബിദ്അത്തും ചീത്ത ബിദ്അത്തും അതേപോലെ ഹറാമായ ബിദ്അത്ത് കറാഹത്തായ ബിദ്അത്തും ഒക്കെ പറഞ്ഞവരുണ്ട്. അത് നമ്മളും അംഗീകരിക്കുന്നു, നമ്മൾ തർക്കമില്ല. ഇസ്മുൽ അബ്ദുൽ സലാം റഹിമഹുള്ളയാണ് ആ നിലയ്ക്ക് വിഭജിച്ചത്. ഇമാം ഷാഫി മഹ്മൂദും മദ്മൂമുമായി വിഭജിച്ചു. അതേപോലെ കേട്ടോട്ടെ, ഇമാം ഷാഫി മഹ്മൂദും മദ്മൂമുമായി വിഭജിച്ചു. അതേപോലെ ഇസ്മുൽ അബ്ദുൽ സലാം റഹിമഹുള്ള 5 ആക്കി വിഭജിച്ചു. വാജിബായത്, കറാഹത്തായത്, ഹറാമായത്, സുന്നത്തായത്, ജായിസായത് 5 ആക്കി വിഭജിച്ചു. ഇമാം ഖറാഫി അങ്ങനത്തെ ഏറ്റുപിടിച്ചു. അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു, അതൊന്നും തെറ്റാൻ പറ്റില്ല. ആ തരത്തിൽ വിഭജനങ്ങൾ വന്നിട്ടുണ്ട്. അതല്ലാതെ ദീനിൽ ഒരു പുതിയ ആചാരം ഉണ്ടായിക്കൊണ്ടുവരുന്നതിനെ അത് ഈ ഗണത്തിൽപ്പെടുത്തി പണ്ഡിതന്മാരും അംഗീകരിച്ചിട്ടില്ല. നബിയുടെ കാലത്ത് ഇല്ലാത്ത മറ്റ് എന്ത് സംഗതി വന്നാലും അതൊക്കെ ബിദ്അത്ത് എന്ന് പറയുമ്പോൾ നല്ല ബിദ്അത്ത് ഉണ്ടാകും, ചീത്ത ബിദ്അത്തൊക്കെ ഉണ്ടാകും. അപ്പോൾ സ്റ്റേജ് കെട്ടൽ നല്ല ബിദ്അത്താന്ന് പറയാം, മൈക്ക് നല്ല ബിദ്അത്താന്ന് പറയാം, വാർപ്പിൻ്റെ പള്ളി നല്ല ബിദ്അത്താന്ന് പറയാം, അതേപോലെ പുതിയ പുതിയ രചനകൾ നല്ല ബിദ്അത്താന്ന് പറയാം. അതാണ് അവരൊക്കെ പറഞ്ഞ ഉദാഹരണങ്ങൾ. അത് നമ്മൾ 5 ആക്കി ആദ്യം വേർതിരിച്ച ആൾ ഇസ്മുൽ അബ്ദുൽ സലാം അഹമ്മദ്. അദ്ദേഹം മരിച്ചതും 1630 അദ്ദേഹമാണ് ആദ്യമായി 5 ആക്കി വിഭജിച്ച ആൾ. ആ വിഭജനത്തിൽ നമ്മളും അംഗീകരിക്കുന്നു, അതിൽ തർക്കമൊന്നുമില്ല. അദ്ദേഹത്തിന് ശിഷ്യൻ ഇമാം ഖറാഫിയാണ് പിന്നെ അത് അതേപോലെ എടുത്ത് പിന്നെ പറഞ്ഞത്. അതിനും ചില ഭാഗം ഉസ്താദ് പറഞ്ഞ കുറച്ച് അപ്പുറത്തേക്ക് പറഞ്ഞിട്ടുണ്ട് എന്ന് ഒഴിച്ചാൽ ബാക്കി ബേസ് അത് തന്നെയാണ്. ഇമാം ഷാഫിയാണ് മഹ്മൂദും മദ്മൂമുമായി വർത്തിച്ചത്. അതൊന്നും നിങ്ങൾ പറഞ്ഞ ബിദ്അത്തുകളേ അല്ല, നേരെ മറിച്ച് ഉണ്ടായിരുന്ന ആദാത്തുകൾ അതിൽ വരും. അതുകൊണ്ടാണ് ഉദാഹരണം പറഞ്ഞപ്പോൾ മദ്രസ ഉണ്ടാക്കൽ, റിബാത്ത്, ചില പർണശാലകൾ നിർമ്മിക്കൽ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതേപോലെ നഹ്വിൻ്റെ കിതാബ്, ഫിഖ്ഹിൻ്റെ കിതാബ്, ഇതൊക്കെ നബിൻ്റെ കാലത്തില്ലല്ലോ പിന്നെ ഉണ്ടായതല്ലേ എന്ന ആ ഗണത്തിലാണ് അവർ നല്ല ബിദ്അത്തായി അതിനെ വേർതിരിച്ചത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.